മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതുന്ന ബി റാംജി ബിൽ ലോക്സഭയിൽ ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് ബിൽ അവതരിപ്പിച്ചത്. माननीय अध्यक्ष महोदय, मैं प्रस्ताव करता हूं कि मुझे विकसित भारत गारंटी फॉर रोजगार एंड आजीविका मिशन ग्रामीण जी राम जी विकसित भारत जी राम जी बिल 2025 को सभा में पूरा स्थापित करने की अनुमति दी जाए. जी राम जी. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. രാകേഷ്, ഏറെ പ്രത്യേകതകളുണ്ട് UPA സർക്കാർ വിഭാവനം ചെയ്ത ഈ ബില്ലിന്റെ പുതിയ രൂപത്തിന്. എന്തൊക്കെയാണത്? ഇപ്പോൾ ലോക്സഭയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണോ? രഞ്ജിത്ത്, ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബി റാംജി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ വലിയ തോതിൽ പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കിയിരുന്നു. മഹാത്മാഗാന്ധിയുടെ ചിത്രവുമായി നടുത്തളത്തിലിറങ്ങിയും പ്രതിഷേധിച്ചു പ്രതിപക്ഷം. ഏതായാലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് മഹാത്മാഗാന്ധി ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കിയത്. പ്രധാനമായും രണ്ട് വിഷയങ്ങളിലാണ് പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിക്കുന്നത്. ഒന്ന്, രാഷ്ട്രപിതാവിൻ്റെ പേര് തന്നെ നീക്കം ചെയ്യുന്നു. രണ്ടാമത്തേത്, ഈ ബില്ലിലെ വ്യവസ്ഥകൾ അതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം നിലവിലെ നിയമം എന്താണോ അതിനെ ദുർബലപ്പെടുത്തുന്നതാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയത്. അതായത് നിലവിലെ ബില്ലിനെ അപ്പാടെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേന്ദ്രം കൂടുതൽ പിടിമുറുക്കാൻ ശ്രമം നടത്തുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബില്ല് തന്നെ ഇല്ലാതാവുകയാണെന്ന വിമർശനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിച്ച NK പ്രേമചന്ദ്രൻ അടക്കമുള്ളവരും സർക്കാർ നീക്കത്തെ വിമർശിച്ചു. കാരണം സർക്കാരിന്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അടക്കം സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏതാണ്ട് 2000 കോടി രൂപയുടെ അധിക ബാധ്യത വരുമ്പോൾ അത് 125 പ്രവൃത്തി ദിവസം അത് ആകാൻ സാധിക്കില്ല എന്നാണ് NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്ത് ശിവരാജ് സിംഗ് ചൗഹാൻ വിശദീകരിച്ചത് പ്രതിപക്ഷം ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് 100 എന്നുള്ളത് 125 മോദി സർക്കാർ ഉയർത്തിയതുകൊണ്ടാണ് അത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നതെന്നാണ് ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹത്തിൻ്റെ വാദമായി ഉയർത്തുകയും ചെയ്തത്. ഏതായാലും പ്രതിപക്ഷത്തിന് ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. സ്പീക്കർ വ്യക്തമാക്കിയ കാര്യം ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചയാകാമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 2 മണിവരെ സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. രഞ്ജിത്ത്. ശരി.